പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 2100 വാർഡുകളിൽ BJP മത്സരിക്കുക 23,000-ഓളം വാർഡുകളിൽ BJP മത്സരിക്കുമെന്ന ഒരു സൂചനയാണ് നൽകിയിരിക്കുന്നത്. വിജയക്കൊടി ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അക്കാര്യത്തിൽ ഉറപ്പായും നാം പരിശ്രമിക്കുമെന്നും നമ്മോടൊപ്പം ഉറപ്പായും ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായിരുന്നു. കേരളത്തിൽ ഇത്രയധികം പ്രവർത്തകർ പങ്കെടുക്കുന്ന ഒരു പരിപാടി നടത്തുന്നത് അത് BJP മാത്രമായിരിക്കുമെന്നും ഒന്നിലധികം തവണ താൻ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു പരിപാടി അതിൽ പങ്കെടുക്കാൻ പറ്റിയതിലുള്ള ചാരിതാർത്ഥ്യം അടക്കം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഇന്ന് പുതിയ ഓഫീസ് ഉദ്ഘാടനം കേരളത്തിൽ അധികാരം നേടുന്നതിലേക്കുള്ളൊരു ചവിട്ടുപടിയായി മാറട്ടെ എന്ന് പത്മനാഭസ്വാമിയോട് താൻ പ്രാർത്ഥിക്കുന്നു എന്നടക്കം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. BJP കാര്യാലയമെന്ന് പറയുന്നത് അത് അമ്പലത്തിന് തുല്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മിഷൻ വികസിത കേരളം ലോഗോ, അതുപോലെ തന്നെ വികസിത കേരളം വീഡിയോ, ഇതൊക്കെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രകാശനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടത്. ഒപ്പം തന്നെ വികസിത ഭാരതം സാധ്യമാക്കാൻ വികസിത കേരളം തന്നെയാണ് നമുക്ക് അനിവാര്യമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. അദ്ദേഹത്തോടൊപ്പം പ്രമുഖ ദേശീയ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ BJP മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രൻ, മുൻ കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ, BJPയുടെ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ, PK കൃഷ്ണദാസ്, CK പത്മനാഭൻ, അതുപോലെ മുതിർന്ന നേതാവ് O. രാജഗോപാൽ, B. ഗോപാലകൃഷ്ണൻ, ഷോൺ ജോർജ്, AP അബ്ദുള്ളക്കുട്ടി, കേരള പ്രഭാരിയായ പ്രകാശ് ജാവേദ്കർ, ശ്രീ കൃഷ്ണകുമാർ, VV രാജേഷ് എന്നിങ്ങനെ നിരവധി കേരള നേതാക്കളും അതുപോലെ തന്നെ ദേശീയ നേതാക്കളും ഒക്കെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പത്മജ വേണുഗോപാൽ അടക്കം ഈ വേദിയിലുണ്ടായിരുന്നു. ശക്തമായ രീതിയിലുള്ള ഒരു നീക്കം തന്നെ ആയിരിക്കും മിഷൻ 2025-26 BJP നോക്കിക്കാണുന്നതെന്നുള്ള വ്യക്തമായ സൂചന അദ്ദേഹം നൽകിയിട്ടുണ്ട്. श्रीमान राजीव चंद्रशेखर जी मोदी जी की मंत्रिपरिषद में കൂടുതൽ വിവരങ്ങളുമായി PS വിനയ ചേരുന്നു. വിനയ, എന്തൊക്കെയാണ് നമുക്ക് മറ്റുള്ളതായി അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്? ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തകരിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഈ പ്രസംഗം ആവേശം നിറച്ചിരിക്കുന്നത്, ഊർജ്ജം നിറച്ചിരിക്കുന്നത്? തെരഞ്ഞെടുപ്പിലേക്ക് പൂർണ്ണമായും ഉള്ള ഒരുക്കത്തിലേക്ക് പോവുക, അതിൽ അതായത് 25% വോട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേടണം. അതിന് പൂർണ്ണമായ രീതിയിലൊരു സമർപ്പണ ഭാവത്തോടു കൂടിയുള്ള അധ്വാനം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ആ ലക്ഷ്യം BJP നേടിയെടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നുള്ളൊരു ആഹ്വാനമാണ് ഇന്ന് നടന്ന ഈ വാർഡ് തല നേതൃയോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയത്. LDF-നെയും UDF-നെയും കൃത്യമായി അവരുടെ രാഷ്ട്രീയമായ നിലപാടുകളെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള അഴിമതികളെല്ലാം തന്നെ എണ്ണി പറഞ്ഞുകൊണ്ട് കൃത്യമായി UDF-ന്റെ കാലത്ത് നടന്നിട്ടുള്ള സോളാർ അഴിമതി, അതോടൊപ്പം തന്നെ മറ്റ് അഴിമതികൾ അതെല്ലാം തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട്, അതോടൊപ്പം LDF-ന്റെ ഭരണ സമയത്ത് നടന്നിട്ടുള്ള എക്സാലോജിക് അടക്കം, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയടക്കം ആരോപണ വിധേയയായിട്ടുള്ള എക്സാലോജിക് അഴിമതി അടക്കം എടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു അമിത്ഷായുടെ പ്രസംഗം. കൃത്യമായി BJPക്ക്, അതായത് അദ്ദേഹം എടുത്തു പറഞ്ഞത് BJP ഇപ്പോൾ കേരളത്തിൽ വളർന്നു വരുന്ന ഒരു പാർട്ടിയല്ല, ആ സ്റ്റേജൊക്കെ എന്നേ കഴിഞ്ഞു. കൃത്യമായി എല്ലാ ബൂത്തിലും, സംസ്ഥാനത്തെ ഏത് ബൂത്ത് എടുത്താലും ആ ബൂത്തുകളിലെല്ലാം തന്നെ ശക്തമായി സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഒരു പാർട്ടിയായി BJP മാറിയിട്ടുണ്ട്. വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമാണ്. കാരണം 2026 സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിലെത്തുക എന്നുള്ളത് തന്നെയാണ് BJPയുടെ ലക്ഷ്യം. വികസിത കേരളം എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. ആ മുദ്രാവാക്യം സഫലമാക്കാനായി കേരളത്തിൽ BJP അധികാരത്തിലെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഏറ്റവും വലിയ ഒരു ചവിട്ട് പടിയാണ് ഇപ്പോൾ നവംബറിൽ വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. അതിൽ കൈമേയ് മറന്ന് പ്രവർത്തകർ ഇറങ്ങണം. അതിനുള്ള എല്ലാ ഒരു സമർപ്പണവും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. 25% എന്നുള്ള ഒരു വോട്ട് വിഹിതത്തിലേക്ക് പാർട്ടിയെ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ പ്രവർത്തകർ അധ്വാനിക്കണം. അത് തന്നെയായിരിക്കണം ലക്ഷ്യം. ആ
ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം പോകേണ്ടത് എന്നുള്ളൊരു ആഹ്വാനവും പ്രഖ്യാപനവും എല്ലാമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ നേതൃയോഗത്തിൽ നടത്തിയത്. BJP സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഈ പുത്തരിക്കണ്ട മൈതാനത്തെ ഈ നേതൃയോഗ വേദിയിലേക്ക് എത്തിയത്. ഇവിടെ 36,000, അതായത് തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള വാർഡ് തല പ്രതിനിധികളായിട്ടുള്ള 36,000 പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് 10 ജില്ലകളിൽ നിന്നുള്ള വാർഡ് പ്രതിനിധികളും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ജില്ലാ തല നേതാക്കളുമെല്ലാം തന്നെ ഇതിൽ വെർച്വലായി പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ BJP അവകാശപ്പെടുന്നത് 1.5 ലക്ഷത്തോളം പ്രവർത്തകർ ഈ നേതൃയോഗത്തിൽ വെർച്വലായും അല്ലാതെയും പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ഈ പരിപാടിയിൽ സംസ്ഥാനത്തെ നേതൃനിര ഒന്നാകെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വേദിയിൽ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ടുള്ള K. സുരേന്ദ്രൻ, അതോടൊപ്പം തന്നെ മുരളീധരൻ, അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളായിട്ടുള്ള P. K. കൃഷ്ണദാസ്, അതോടൊപ്പം തന്നെ ഇന്നലെ ജനറൽ സെക്രട്ടറിയായി നിയമിതനായിട്ടുള്ള MT രമേശ് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഈ വേദിയിൽ ഉണ്ടായിരുന്നു. BJP സംസ്ഥാനത്ത് ഒറ്റക്കെട്ടാണ്, യാതൊരു വിധത്തിലുള്ള ഭിന്നതയുമില്ല. ഈ ഒറ്റക്കെട്ടായി തന്നെ പ്രവർത്തിച്ചുകൊണ്ട് സംസ്ഥാനത്ത് അധികാരം നേടുന്ന രീതിയിലേക്ക് BJP മുന്നേറും എന്നുള്ള പ്രഖ്യാപനമാണ് അമിത്ഷാ നടത്തിയത്. ഈ അതായത് ഈ നേതൃയോഗത്തിന് ശേഷം അദ്ദേഹം നേരെ പോകുന്നത് ഹോട്ടൽ ഹൈസിന്തിലേക്കാണ്. അവിടെ തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നതും. അവിടെ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം BJPയുടെ സംസ്ഥാന നേതൃയോഗം, ഭാരവാഹി യോഗം നടക്കുന്നുണ്ട്. ഇന്നലെ BJPയുടെ സംസ്ഥാന ഭാരവാഹികളെ മുഴുവൻ പ്രഖ്യാപിച്ചിരുന്നു, വക്താക്കളെ അടക്കം പ്രഖ്യാപിച്ചിരുന്നു. അതും അവരുടെ ഒരു യോഗം അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെയും അജണ്ട എന്ന് പറയുന്നത് വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ആ യോഗത്തിന് ശേഷം ഏതാണ്ട് 4 മണിയോടുകൂടി അമിത്ഷാ കണ്ണൂരിലേക്ക് പോകും. കണ്ണൂരിൽ തളിപ്പറമ്പിൽ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം അദ്ദേഹം അവിടെ നിന്നും ഡൽഹിക്ക് തിരിച്ചു പോകും. ശരി, PS വിനയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം